ഹായ്, ഞങ്ങൾ ക്രിസ്മസിൻ്റെ വെക്കേഷനിൽ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ 2 ബാഗിലുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സ്, ചാർജർ, ഫോണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. 10 ദിവസം നിൽക്കണം എന്നുള്ളൊരു ഇതിലാണ് പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ മോള് മാറ്റുകയാണ് കേട്ടോ. എൻ്റെ മാറ്റൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം ഒരു ചുരിദാറിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് മുടി കെട്ടാൻ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതാ മോള് പിന്നെ മാറ്റണം കേട്ടോ. അവൾക്ക് ഞാൻ മുടി കെട്ടി കൊടുത്ത് എന്നത് ശരിയാവില്ല പറയും. അപ്പോൾ പിന്നെ അവൾ തന്നെ അവളെ ഇഷ്ടത്തിന് ഒറ്റയ്ക്ക് കെട്ടുകയാണ്. പിന്നെ ഇതാ ഏടത്തി ഡോറൊക്കെ അടച്ചിട്ടു. ഞാൻ ഏടത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഇറങ്ങിയത് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച് നേരത്തെ അടച്ചതിന് ശേഷം പിന്നെ ഇതാ ഞങ്ങളിങ്ങനെ പോരും കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ടൗണിൽ കൂടി പോകണം കേട്ടോ. അല്ലാത്തതിന് ഞങ്ങൾക്ക് 2 വഴി കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോകാൻ. ടൗണിൽ ടച്ച് ചെയ്തിട്ടും പോവാം, അല്ലാതെയും പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടൗണിൽ ടച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് പോകണം. എന്താണെന്ന് വെച്ചാൽ ഇശലിന് പാദസരം വേണമെന്ന് പറയുന്നുണ്ട്. അവിടെ കുറേ ദിവസമായി പൂതി പറയുന്നത് പാദസരത്തിന്. അപ്പം ഗ്യാരണ്ടീൻ്റെ പാദസരം ഉണ്ടാവുമല്ലോ, അതാകുമ്പോൾ കുറച്ച് നീളം കിട്ടുമല്ലോ കുട്ടികളായതുകൊണ്ട്. അപ്പോൾ അവൾക്ക് അങ്ങനത്തേനാണ് പൂതി. അപ്പോൾ അതൊന്ന് മേടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് തിരൂർ കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരൂർക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ കട തന്നെയാണ് കേട്ടോ. തിരൂരിൽ നിന്ന് എത്തണ്ട. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ബസ് കിട്ടാം. അപ്പോൾ പിന്നെ കടയിൽ വന്ന് അങ്ങനെ പാദസരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പറ്റിയ പാദസരം ഒന്നും അങ്ങനെ കണ്ടില്ല ഒന്നും. പക്ഷെ ഉണ്ട് പാദസരങ്ങൾ, പക്ഷെ അതൊന്നും അവൾക്ക് സൈസ് ശരിയാവുന്നില്ല. നല്ല നല്ല ഭംഗിയുള്ളതൊന്നും സൈസ് ശരിയാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നെടുത്ത് പോന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നെടുത്ത് ഞങ്ങൾ പോയിട്ടോ. ഇശലിന് പിന്നെ ഒരു സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ. എത്ര പാദസരം എങ്ങനെ കണ്ടാലും, പാദസരം നല്ല എന്ത് സാധനം കൂടുതൽ കണ്ടാൽ അപ്പോൾ അവൾക്ക് കണ്ണി പിടിക്കൂല. ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അതെല്ലാവർക്കും ഉണ്ടാകും തോന്നണല്ലേ. അങ്ങനെ അവൾ പാദസരം എടുത്തിട്ട് ഒന്നിട്ട് കൺഫേം ആക്കി. ഞാനും താത്തൊക്കെ കയറ്റിച്ചെന്ന് കൺഫേം ആക്കി. പിന്നെ ഞങ്ങൾക്ക് ബസ് ഇട്ടു കേട്ടോ. ബസ് ഇട്ട് പിന്നെ ഞങ്ങൾ വേഗം പോയി. അപ്പോഴാണ് എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ബസ് കയറിയപ്പോൾ കാണുകയാണ് കേട്ടോ. എന്തോ ഒരു ജാഥൻ്റെ എന്തോ പരിപാടിയും തോന്നുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, പരിപാടിയും കാര്യങ്ങളൊക്കെ. അതൊക്കെ കഴിഞ്ഞിതാ ഞങ്ങൾ വീടെത്തിയിട്ടോ. പിന്നെ എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യണില്ല കേട്ടോ. ഞാൻ കാണുന്നതും കിട്ടുന്നതൊക്കെ എടുക്കുന്നേ ഉള്ളൂ. ഞാനെത്തും മുമ്പേ ഏടത്തിയും മോളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ ഞാൻ എടുക്കാൻ കാരണം ഇത് ഒറിജിനലാണ് കേട്ടോ. അത് എന്താണ് വാടിയിട്ടുണ്ട്. ഏടത്തിൻ്റെ മോൻ്റെ ഫ്ലവറിൻ്റെ കടയിലാണ് കേട്ടോ. അപ്പോൾ അവൻ കൊടുക്കുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് നല്ല ഒറിജിനലാണ് കേട്ടോ. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത്. എന്നാൽ വാടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നല്ല 2 ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വാടാതെ കിട്ടി നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ വന്നപ്പോൾ എൻ്റെ മോളെ സ്നേഹപ്രകടനമായിട്ടോ ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. ഉമ്മാനായിട്ടുള്ള കുറച്ച് ദിവസം ഉമ്മാനെ കണ്ടിട്ട് അപ്പം ഉമ്മാനായിട്ടുള്ള കെട്ടിപ്പിടുത്തം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഉമ്മ പണിയിലാണ്, ഞങ്ങൾ വരുന്നത് ഉണ്ടായിട്ട് ഉമ്മ പണിയിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞ ചായ ഇട്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞ കടി അവിടെ ഉണ്ട്, നിങ്ങൾ എന്നെ നോക്കിക്കോളീ പറഞ്ഞു. നമ്മൾ സ്വന്തം വീട്ടിൽ പോയി നമ്മൾ അങ്ങനെയാണല്ലോ. സ്വന്തം വീട്ടിൽ പോയാൽ പിന്നെ നമുക്കവിടെ തപ്പലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പം പറഞ്ഞ കടി അവിടെ വെച്ചിട്ടുണ്ടായാലും എന്തിനാ ഉണ്ടാ നോക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് നോക്കിയാണ്ടൊക്കെയായിരുന്നു കേട്ടോ. അപ്പം ഉമ്മാണല്ലോ പണിയിലുമാണ്. അങ്ങനെ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്നിട്ട് എന്തോ ഒരു കടി കിട്ടി. അച്ചപ്പൻ്റെ മോള് പറഞ്ഞു വേണ്ട പറഞ്ഞു. പിന്നെ ഇതുണ്ടല്ലോ മറ്റേ എന്തൊരു നെയ്വട എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുണ്ട് പറഞ്ഞു. അപ്പോൾ അത് തപ്പുകയാണ്. അതാണ് തപ്പിയിട്ടും കാണണ്ടേ, വെള്ള അളക്കെന്ന് പറഞ്ഞ് ബാക്കി കാണുന്നില്ല. അങ്ങനെ കിട്ടി. എന്തായാലും അവസാനം കണ്ടുപിടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഈ നെയ്വട എന്ന് പറഞ്ഞ സാധനം. നെയ് കേക്ക് എന്ന് പറയുക. നെയ്വട എന്ന് പറഞ്ഞത് വടൻ്റെ ഷേപ്പിലുള്ളതിന് നെയ് കേക്ക് എന്നും പറയും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണത്. അങ്ങനെ ഞാൻ ഇശലൊക്കെ ദാതും കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ടോ. ഞങ്ങൾ ഇശല് വന്ന പാട് ഫോൺ കാണാം കേട്ടോ. കാരണം അവിടെ വൈഫൈ ഉണ്ട്. അപ്പോൾ പിന്നെ അവൾ ഫോണുമ്മേ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അവൾക്ക് പിന്നെ ഇവിടെ എത്തിയാൽ പിന്നെ ഇപ്പം ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ പുറത്ത് വരും. ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പാനായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വന്നതും ഞങ്ങൾക്ക് പിന്നെ ഓരോ പണികൾ കിട്ടൽ തുടങ്ങി കേട്ടോ. പിന്നെ അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു. പിന്നെ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴുള്ള പണികളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതെന്താ വെച്ചാൽ കൂവ ഉണ്ടല്ലോ, കൂവ അറിയില്ലേ? നമ്മൾ ഈ കൂവ നമ്മളെടുത്തിട്ട്, ഇത് കാട്ടുകൂവ എന്നറിയില്ല, അതാണ് കേട്ടോ. അത് പൊടി ഉണ്ടാക്കുമല്ലോ, നമ്മളിങ്ങനെ വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി നല്ല ഔഷധമാണ് കേട്ടോ. അത് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ഉണ്ടാക്കുമെന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ നാട്ടിലുണ്ട് കേട്ടോ ഈ സംഭവം. അപ്പോൾ അതിൻ്റെ പണി കേട്ടോ. അപ്പോൾ ഇപ്പോൾ പണി തന്ന് ഇപ്പോൾ പറഞ്ഞേ നിങ്ങൾക്കൊക്കെ പണിയുണ്ട്, എന്നാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെല്ലാവരും പിറ്റേന്ന് നേരം വെളുത്തപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ആദ്യമൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല വൃത്തിയാക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ, ക്ലീൻ ചെയ്യാൻ. കാരണം ഇതിൻ്റെ തൊലി നമ്മൾ ഉരുളങ്കിഴങ്ങൊക്കെ തൊലി പോലെ വരണ്ടണം, വേര് കളയണം, നല്ല ക്ലീനായിട്ടിരിക്കണമല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കാം കേട്ടോ. ഇപ്പയും ചെയ്യുന്നുണ്ട്, അടുത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. ഉമ്മക്ക് പണിയിലാണ് കേട്ടോ, നാത്തുമാരവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അപ്പോൾ ഞങ്ങളിത് ചെയ്യുന്ന സമയത്താണ് ഉമ്മ കൂവ ഉണ്ടാക്കിയത് കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് മുന്നേ ഉണ്ടാക്കി വെച്ച പൊടിയാണ് കേട്ടോ. അപ്പം പറഞ്ഞ് ഏതായാലും നിങ്ങൾ ഉണ്ടാക്കില്ല, അപ്പോൾ ഒരു ഗ്ലാസ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അത് കുടിച്ചിട്ടാവാന്ന് പറഞ്ഞ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ അതും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ. മൂത്രക്കടച്ചിൽ, വയറുവേദന, അങ്ങനെ പല കാര്യങ്ങൾക്കും നല്ലതാണ്. നല്ല ശരീരം കൂളാവും കേട്ടോ. നല്ലൊരു കൂളിങ് കിട്ടും നമുക്ക് കുടിച്ചാൽ.
അപ്പോൾ അത് വിരണ്ടലൊക്കെ കഴിഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല കഴുകിയിട്ടുണ്ട് കേട്ടോ, 2-3 പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുത്തതാണ്. ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതാണ് ഈ സാധനം കേട്ടോ, തള്ളാന്ന് പറയട്ടെ. അതെന്താ അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, തള്ളാന്ന് അതിന് പറയല്. പിന്നെ ഇനി ഇതിനെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് മുഴുവൻ ഞാൻ തന്നെയാണോ കട്ട് ചെയ്യണമെന്ന്? ഒരിക്കലും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പുറത്തൊക്കെ അവരും കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഞാൻ ഉച്ചക്കൊന്നല്ലേ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാനും കുറച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കേട്ടോ. ഒറ്റക്കായാലും മടിയാവും, കാരണം മടിയാവുന്നല്ല, പറ്റൂല ഒറ്റയ്ക്ക്, കാരണം അങ്ങനെയാണത്. പിന്നെ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എന്താ പരിപാടി വെച്ചാൽ ഇടിക്കണ പരിപാടി. അതൊന്നും നമുക്കറിയാത്ത കാര്യം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇടിച്ച് കാണിച്ചെന്ന് ഇങ്ങനെയാണ് ഇടിക്കലെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇടിക്കുകയാണ് കേട്ടോ. ഞാൻ ഇടിക്കുമ്പോൾ രസം, ഞാൻ ഇടിക്കുമ്പോൾ ഫുള്ള് തെറിച്ച് പോട്ടെ, എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ജീവിതത്തിൽ ഉരൽ തൊടാത്ത ആളാണ് കേട്ടോ ഞാൻ. ഉരലൊന്നും എടുത്തിട്ട് പോലില്ല, എങ്ങനെയെന്ന് പോലും അറിയില്ല. എന്തായാലും എൻ്റെ ഇടിക്കലൊന്ന് കണ്ടു നോക്കിട്ടോ, എന്താണ് അതിൻ്റെ അഭിപ്രായം പറയണം. ഫുള്ള് തെറിച്ച് പോവാണ് കേട്ടോ, എനിക്കറിയില്ല. കാരണം ഇടിക്കാനൊരു എയിം വേണം. പിന്നെ ഈ ഉരലിൻ്റെ, അപ്പോൾ ഞാൻ ഈ ഉരലിൻ്റെ പ്രശ്നമാണ്, കുണ്ടില്ലായിട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുക. അപ്പം എൻ്റെ പറയണത് കുണ്ടില്ലായിട്ടല്ല, കുറേയൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടാണെന്ന്. അപ്പോൾ സൈഡിലൊക്കെ തുണിയെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ, കാരണം പോയാലത് കഴുകിയിട്ട് കൊണ്ട് എടുക്കാമല്ലോ, മണ്ണിലായാലും ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ. അപ്പോൾ അങ്ങനെ അന്നത്തെ പരിപാടി അത് കഴിഞ്ഞു കേട്ടോ. പിന്നെ അന്ന് വൈകുന്നേരം നമ്മൾ കുറച്ച് മുളക് ഉണ്ടായിരുന്നല്ലോ, ഞാൻ കാണിച്ചല്ലോ ഷോർട്സിൽ, മുളക് നുള്ളാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. മുളക് എന്താ വെച്ചാൽ പൂള ഞങ്ങളുടെ വീട്ടിൽ പൂള ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പൂളൊക്കെ ചമ്മന്തിയായിട്ട് മുളക് പുളി ചീരുള്ളിയൊക്കെ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് കൊള്ളാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ മുളക് ഇവിടെ ഇങ്ങനെ വീടിൻ്റെ സൈഡിൽ ഉണ്ടായതാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട്, പിന്നെ വെറുതെ ഉണ്ടായി വന്ന മുളകാന്ന് തോന്നുന്നുണ്ട്. ഈ ചെറിയ മുളകുണ്ടല്ലോ, കാന്താരി, അതാണ് കേട്ടോ. ഈ ചീനമുളക് എന്നൊക്കെ പറയാം, ഞങ്ങളവിടെ ചീനമുളക് എന്ന് പറയാം, കാന്താരി. നല്ല എരിവാണ് ഈ കാരോട്ട് ആ മുളക്. പിന്നെ വേറൊരു മുളകും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പാത്രം കണ്ടാലും പേടിക്കണ്ട, വലിയ പാത്രമാണ് കേട്ടോ. കാരണം എൻ്റെ അമ്മ ഈ കളിയാക്കണില്ല, ഈ ഒരു ഇത്തിരി മുളകുള്ളാണ് ഈ വലിയൊരു പാത്രത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ പാത്രത്തിൻ്റെ വലിപ്പം ഞാൻ നോക്കണത്. പിന്നെ ഇത് വേറൊരു മുളകാണ് കേട്ടോ. ഇതിന്മേന്ന് കുറേ ഇവർ നുള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ, അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി മുളക്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുളക്, നല്ലോണം ഉണ്ടാവും മയത്തമ്മ. ഇപ്പം കുറേ നുള്ളിയതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ചെള്ളാണ് കേട്ടോ, മൂത്തിട്ടില്ല. 1-2 അവിടെ മൂത്ത കാണുന്നുണ്ട്. ഈ മുളക് ഉമ്മ ഇടയ്ക്കൊക്കെ എടുത്തിട്ട് അച്ചാറിടും കേട്ടോ. അപ്പോൾ ഇവരാരും അരിയെ കത്തി പുറത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉള്ളിൽ കൊടുത്തുണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ പുറത്ത് നേരെ എടുത്തുണ്ടെങ്കിൽ അറിയില്ലല്ലോ. ഇതാണ് കേട്ടോ എൻ്റെ വീട്, ഇതിൻ്റെ തറവാട് വീടാണ് കേട്ടോ. ഞാൻ നിൽക്കണ വീടല്ല കേട്ടോ ഇത്, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് നിൽക്കാൻ വന്ന വീടാണ് കേട്ടോ. അത് എൻ്റെ വീട് വേറെയാണ്. അപ്പം എൻ്റെ വീട് ഒരു ദിവസം കാണിക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കണ്ട്. അപ്പോൾ ഇവിടെയാണ് സംഭവം. എന്തായാലും ഒന്ന് കൊടുത്തിട്ടോ, ഒന്നും പണികളും കാര്യങ്ങളും ചെയ്തിട്ടില്ല കേട്ടോ, ഒക്കെ ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ ക്യാമറയ്ക്ക് വരുമ്പോൾ തന്നെ അവർ പറയും, നീ അങ്ങോട്ട് പോയിക്കോ, ക്യാമറയ്ക്ക് വരില്ലേ എന്ന് ഓരോരുത്തർ പറിച്ചിൽ തുടങ്ങും, അതാണ്. പിന്നെ ഇത് പിറ്റേന്ന് രാവിലെ കേട്ടോ. പിറ്റേന്ന് രാവിലെ ഞാൻ കഴിക്കുന്ന കേട്ടോ, ഞാൻ എടുത്തത് ഇഡ്ഡലി സാമ്പാർ. ഇഡ്ഡലിൻ്റെ മോൾക്ക് പൂജ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്, പക്ഷെ ഞാൻ മോളൊറ്റയ്ക്ക് ആയതുകൊണ്ട് അധികം അങ്ങനെ സാമ്പാറൊന്നും അങ്ങനെ വെക്കുക, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ മോൾക്ക് പൂജ ഉണ്ടായിരുന്നു, അപ്പം സാമ്പാറും ആക്കിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അന്ന് അച്ചാറിടാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, മുളക് നുള്ളി എന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിൻ്റെ അച്ചാറിന് പണി കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ തന്നെ അവർ അച്ചാറൊക്കെ ഇടൽ കഴിഞ്ഞു കേട്ടോ. ഇതുണ്ടാക്കുമല്ലോ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അച്ചാർ, മുളകച്ചാർ, ഇങ്ങനെ മധുരമുള്ള ചക്കര ഇട്ടിട്ട് ആ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇമ്മ ഞാൻ വരുമ്പോഴത്തേന് നിങ്ങൾ ഉണ്ടാക്കലും കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ലോ എന്ന് പറഞ്ഞേ. നുള്ളൊന്നും ഇവർ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം ഇവർ അതിൻ്റെ മുന്നേ നുള്ളി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അറിയുന്നത്. അപ്പോൾ ഇതിനെന്തായാലും ഉണ്ടാക്കൽ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ കുപ്പിയിലാക്കാം, അതെങ്കിലും അത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ അടി എടുത്തിട്ടില്ല കേട്ടോ. അടിയിൽ ചിലപ്പം ചക്കരൻ്റെ വരുന്ന എന്തെങ്കിലും കല്ലോ കാര്യം ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. അവിടെ അടിയിൽ അച്ചാറിൻ്റെ അടി കുറച്ച് പാത്രത്തിൽ വെക്കും കേട്ടോ. പിന്നെ അങ്ങനെ അച്ചാർ കുഴപ്പമില്ല. എന്തായാലും അച്ചാർ ഉണ്ടാക്കി പിന്നെ 2 ദിവസം കഴിഞ്ഞേക്കാൻ അച്ചാറൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പോരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, കാരണം ഫുള്ള് ലൈവിലായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് കേട്ടോ. വീട്ടിലേക്ക് വരുന്ന ദിവസം മിഷലിന് പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ വേണമെന്ന് പറഞ്ഞു. ഈ സ്പീക്കർ അപ്പോൾ അവൾക്ക് പൂജ ഉണ്ടായിരുന്നു സ്പീക്കറിന്. അങ്ങനെ സ്പീക്കർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പീക്കർ എടുത്ത് നമ്മൾ പിന്നെ ഇതേപോലെ ചെരുപ്പ് നോക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. അവൾക്ക് ചെരുപ്പ് പൊട്ടിയിരുന്നു, പോകുമ്പോൾ ഇടുന്ന ചെരുപ്പും പൊട്ടിയാണ്, മറ്റേ ചെരുപ്പും പൊട്ടിയാണ്. അപ്പോൾ ഞാൻ 2 ചെരുപ്പ് എടുത്തിട്ടാണ്. ഇത് ഞാൻ ലെതർ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, വേറെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഇത് പിന്നെ ഇങ്ങനത്തെ ക്രോക്സൊക്കെ വരുന്ന ചെരുപ്പിൻ്റെ കടയാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വേഗം ഒന്നും കണ്ടുപിടിക്കൂല കിട്ടുന്ന ചെരുപ്പ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മുജും കയറി ഞാനിത് അതൊക്കെ എടുത്ത രസമുണ്ട് ഓരോന്ന് പറയണ്ടല്ലോ. അവൾക്കതുകൊണ്ട് മനസ്സിൽ പിടിക്കണില്ല. ഇത് 2 എണ്ണമായപ്പോൾ ആ കളറാണോ ഭംഗി, ഈ കളറാണോ ഭംഗി, അത് തിരിച്ചും മറിച്ചിട്ട് നോക്കിയാണ്ടിരിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ഓക്കെ, ബൈ.